ഒക്കെ ആ നാടിന്റെ പേര് തന്നെ. അത് ഓരോരുത്തർ ഓരോ ഭാഷയിലെ പറയാം. ഇപ്പൊ നമ്മള് ജീം എന്നുള്ളതിന് മിസ്റിലുള്ള അപ്പത്തെ ആൾക്കാർ എന്താ പറയാ? കുഞ്ഞാവാജി. ജമാൽ എന്നുള്ളതിന് എന്താ പറയാ? ജമാൽ. ഗമാൽ എന്ന് പറയും. എവിടെ UAE അൽഹംദുലില്ലാ. അവിടെ പോയിട്ടില്ല. കഅബ ബിൻ സുഹൈർ തങ്ങളെ ഖബറുണ്ട് അൽഐനിൽ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാനിപ്പോ പോയിട്ട് വരിക, എനിക്ക് പോകാൻ പറ്റൂല. ഇനി എനിക്ക് ഒരിക്കലും വിദേശത്തേക്ക് ഇന്ത്യന്റെ പുറത്തേക്ക് പോകാൻ പറ്റൂല. അതിനുള്ള രേഖ ശരിയാകുന്നില്ല, ജവാസു സഫർ ശരിയാകണില്ല. എന്ത് ചെയ്യും? അപ്പൊ എന്നോട് തിരൂരങ്ങാടി ബാപ്പുസ്താദിന്റെ മകൻ ഷാക്കിർ പറഞ്ഞു, ബാപ്പുണ്ടാക്കിയ ബദരിയത്ത് അസ്മാഉൽ ബദർ ചെല്ലിയാൽ മതി. ഞാൻ എല്ലാ അസ്മാഉൽ ബദറും ചെല്ലി നിങ്ങൾക്കൊണ്ട് അരണ മാതിരി ഒക്കെ കൂട്ടത്തിൽ അതും ചെല്ലി. എന്നിട്ട് പറഞ്ഞു, ബാപ്പ ഉപ്പ പറയലുണ്ട് ഏത് ഇടങ്ങേറുള്ളവരും ഇവിടെ വന്നാലും ഇത് ചെല്ലാൻ. കൂട്ടത്തിലുണ്ട് ഒരു വരി, കുനൂലന കുനൂലന ഹസനൻ ഹസീനം ദായിമ മിൻ കുല്ലി നാസിലത്തിൻ വഔനൻ ഇൻദമാ. ബദരീങ്ങളെ വിളിച്ചിട്ട് ശൈഖുന തിരൂരങ്ങാടിയിലെ ബാപ്പുസ്താദ് പറയാണ്, ഓ ബദരീങ്ങളെ, കുനൂലന ഹസനൻ ഹസീനൻ, ഞങ്ങൾക്ക് നിങ്ങൾ വലിയ കാവലാകണേ. ഇടങ്ങേറ് വരുന്ന സമയത്ത് കുനൂലന ഹസനൻ ഹസീനൻ ദായിമ മിൻ കുല്ലി നാസിലത്തിൻ വഔനൻ ഇൻദമാ യുബ്ദിൽ ഇദാ അൻയാബഹും വലികുല്ലി മാ ഫീനാ മിനൽ അദ്വാ ശിഫൻ റളിയല്ലാഹ് عنكم أعن علماءنا يا الله. അതിനെ ബാപ്പുസ്താദ് ഉണ്ടാക്കിയ ഒരു ജവാബുണ്ട്, അറിയുന്നവർക്ക് ചൊല്ലാം. ആമീന യാ റബ്ബസ് സമാ യാ അല്ലാഹ് യാ അഹ്ല ബദരിൻ ഇന്നകും ഖസ്സല്ലാഹ്. ബാവൂലേക്ക് മാത്രമാണ് അറിയണത്. നമ്മൾ ഈ നാട്ടുകാർക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് ചെല്ലണം. ഒരു കൊല്ലത്തിൽ ഒരു 2-3 വട്ടെങ്കിലും. അത് തീരെ ചെല്ലായിട്ട് ഓർമ്മയില്ലാത്ത അല്ലാഹു തആല ബാവൂലിയുടെ വീട്ടിലും എന്റെ വീട്ടിലൊക്കെ അങ്ങനത്തെ ഒരു മജ്ലിസ് ഉണ്ടാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണേ. അല്ലാഹ് ചൊല്ലി ചൊല്ലി ആമീന യാ റബ്ബസ് സമാ യാ അല്ലാഹ് യാ അഹ്ല ബദരിൻ ഇന്നകും ഖസ്സല്ലാഹ് إياكم بمراتب عند الله فلقد أتينا بابكم رضي الله عنكم وخلصنا بهم يا الله. 3 പേരുണ്ട് കുണ്ടൻകടവിൽ ഒരു അബൂബക്കർ സഖാഫി. എന്റെ ഈ ചെല്ലലും പറച്ചിലും കൂടി കേട്ടിട്ട് മൂപ്പര് ഇടക്കിടക്ക് വിളിക്കും, എന്താ നിങ്ങളെ വിഷയം, എന്താ നിങ്ങളെ വിഷയം. എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. അവസാനം പെട്ടെന്ന് ആ സംഗതി, ആ പേപ്പർ ശരിയായി. ഒരു പേപ്പർ ശരിയാകേണ്ടടുത്ത് കൂടെ എക്സ്ട്രാ 2 പേപ്പറും എനിക്ക് ആ ഓഫീസിൽ നിന്ന് ഒപ്പിട്ട് കിട്ടി. എവിടെ ഇതുകൊണ്ട് കാണിച്ചു കൊടുത്താൽ മതിയെന്ന് എന്നോട് ആ ഓഫീസർ തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഷാർജയിൽ പോയി. അവിടുന്ന് ഒമാൻ പോയി ഒക്കെ കഴിഞ്ഞിട്ടപ്പോൾ വരുന്നത്. അപ്പൊ ഏത് വിദേശത്തേക്കും പോകാനുള്ള അനുവാദം കിട്ടി, സാങ്ഷൻ കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞ ആ വരി നിങ്ങൾ പ്രത്യേകം ചെല്ലിക്കോളി എന്ന് ബാപ്പുസ്താദിന്റെ മകൻ ഷാക്കിർ പറഞ്ഞു. ഞാനത് ചെല്ലി അൽഹംദുലില്ലാ ഒക്കെ ശരിയായി. അത് രേഖ ശരിയായി. അതിന്റെ പിറ്റേന്ന് തന്നെ ഷാർജയിലേക്ക് വിസ. അൽഹംദുലില്ലാ. UAE പോണോല് നേരത്തെ പറഞ്ഞ കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ അവിടെയാണത്ര.